പാമ്പുകൾ. കടൽ പാമ്പുകൾ പാമ്പുകളുടെ ഒരു പ്രത്യേക കുടുംബമാണ്. ഇവ പ്രധാനമായും കടലിലും അതിനോട് ചേർന്നുള്ള തണ്ണീർത്തടങ്ങളിലുമാണ് ജീവിക്കുന്നത്. ലോകത്തെ ഏറ്റവും വിഷമുള്ള പാമ്പുകളിൽ ചിലത് കടൽപ്പാമ്പുകളാണ്. പ്രധാന സവിശേഷതകൾ: ശരീരഘടന: കടൽപ്പാമ്പുകൾക്ക് നീളമുള്ള വളഞ്ഞ ശരീരവും പരന്ന വാലുമുണ്ട്. ഇത് വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്നു. കടൽപ്പാമ്പുകൾക്ക് ശ്വസിക്കാൻ വായുവ് ആവശ്യമാണ്. അതിനാൽ അവ ഇടയ്ക്കിടെ ഉപരിതലത്തിലേക്ക് വന്ന് ശ്വാസം എടുക്കണം. കടൽപ്പാമ്പുകളുടെ വിഷം കരയിലെ പാമ്പുകളേക്കാൾ വളരെ ശക്തമാണ്. ഭക്ഷണം: മത്സ്യങ്ങൾ, ചെറിയ ഇറാലുകൾ എന്നിവയാണ് ഇവയുടെ പ്രധാന ആഹാരം. കടൽപ്പാമ്പുകളുടെ തരങ്ങൾ: ലോകത്ത് ഏകദേശം 60ഓളം ഇനം കടൽപ്പാമ്പുകളുണ്ട്. ഇവയെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം. വലകടിയൻ കടൽപ്പാമ്പ് ഇന്ത്യൻ മഹാസമുദ്രത്തിലും പസഫിക് സമുദ്രത്തിലുമായി കാണപ്പെടുന്ന ഒരു തരം കടൽപ്പാമ്പാണ്. ഇവയ്ക്ക് വലിയ തലയും വളഞ്ഞ കഴുത്തുമുണ്ട്. കൈതകാലി കടൽപ്പാമ്പ് ഇന്ത്യൻ മഹാസമുദ്രത്തിലും പസഫിക് സമുദ്രത്തിലുമായി കാണപ്പെടുന്ന മറ്റൊരു തരം കടൽപ്പാമ്പാണ്. ഇവയ്ക്ക് ചെറിയ തലയും നീണ്ട ശരീരവുമുണ്ട്. സാധാരണയായി കടൽപ്പാമ്പുകൾ മനുഷ്യനെ ആക്രമിക്കാറില്ല. എന്നാൽ അവയെ അറിയാതെ തൊട്ടാൽ അല്ലെങ്കിൽ ചവിട്ടിയാൽ കടിക്കാൻ സാധ്യതയുണ്ട്. കടൽപ്പാമ്പുകളുടെ കടി വളരെ വിഷമുള്ളതാണ്. അതിനാൽ കടലിൽ നീന്തുന്ന സമയത്ത് ജാഗ്രത പാലിക്കേണ്ടത് വളരെ പ്രധാനമാണ്. സമുദ്രത്തിലെ ഈ സുന്ദരമായ ജീവികൾ അത്ര സൗമ്യമല്ല എന്നത് ശരിയാണ്. ചില ജെല്ലിഫിഷുകൾക്ക് മാരകമായ വിഷമുണ്ട്. അവയിൽ ചിലത് ബോക്സ് ജെല്ലിഫിഷ്. ബോക്സ് ജെല്ലിഫിഷ് ലോകത്തെ ഏറ്റവും വിഷമുള്ള ജീവിയായി കണക്കാക്കപ്പെടുന്നത് ഇവയാണ്. പ്രധാനമായും ഓസ്ട്രേലിയയിലെ വടക്കുകിഴക്കൻ തീരങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. സീവാസ്പ്. സീവാസ്പ് ബോക്സ് ജെല്ലിഫിഷിന്റെ ഒരു തരമാണ് സീവാസ്പ്. ഇവയും അത്യധികം വിഷമുള്ളവയാണ്. ജെല്ലിഫിഷ്. ഇറുക്കഞ്ചി ജെല്ലിഫിഷ് വളരെ ചെറുതാണെങ്കിലും ഇവയുടെ വിഷം വളരെ ശക്തമാണ്. ഓസ്ട്രേലിയയിലാണ് ഇവ സാധാരണ കാണപ്പെടുന്നത്. ലയൺസ് മെയിൻ ജെല്ലിഫിഷ്. ലയൺസ് മെയിൻ ജെല്ലിഫിഷ് ലോകത്തെ ഏറ്റവും വലിയ ജെല്ലിഫിഷ് ഇനങ്ങളിൽ ഒന്നാണിത്. അറ്റ്ലാന്റിക്, പസഫിക്, ആർട്ടിക് സമുദ്രങ്ങളിൽ ഇവ കാണപ്പെടുന്നു. പോർച്ചുഗീസ് മാൻ ഓഫ് വാർ. പോർച്ചുഗീസ് മാൻ ഓഫ് വാർ ജെല്ലിഫിഷെന്ന് തോന്നിയാലും ഇവ ഒരു ജെല്ലിഫിഷ് അല്ല, ഒരു സൈഫോസോവൻ കോളനിയാണ്. അറ്റ്ലാന്റിക്, പസഫിക് സമുദ്രങ്ങളിൽ ഇവ സാധാരണ കാണപ്പെടുന്നു. എവിടെയാണ് ഇവ കാണപ്പെടുന്നത്? ഓസ്ട്രേലിയ. ബോക്സ് ജെല്ലിഫിഷ്, സീവാസ്പ്, ഇരുക്കാണ്ടി ജെല്ലിഫിഷ് എന്നിവ പ്രധാനമായും ഓസ്ട്രേലിയയിലാണ് കാണപ്പെടുന്നത്. അമേരിക്ക. അമേരിക്കയിലെ കിഴക്കൻ തീരങ്ങളിൽ പലതരം വിഷമുള്ള ജെല്ലിഫിഷുകളെ കാണാം. ഏഷ്യ, ചൈന, ജപ്പാൻ, കൊറിയ തുടങ്ങിയ ഏഷ്യൻ രാജ്യങ്ങളിലും വിഷമുള്ള ജെല്ലിഫിഷുകളുണ്ട്. യൂറോപ്പ്, മെഡിറ്ററേനിയൻ കടലിൽ ചില വിഷമുള്ള ജെല്ലിഫിഷ് ഇനങ്ങൾ കാണപ്പെടുന്നു. ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് എന്നറിയപ്പെടുന്ന വലിയ വെള്ളസ്രാവ് ആഴക്കടലിലും തീരപ്രദേശങ്ങളിലും കാണപ്പെടുന്നു. ഇവയാണ് മനുഷ്യരെ ആക്രമിക്കുന്ന സ്രാവുകളിൽ പ്രധാനം. എങ്ങനെയാണ് മനുഷ്യനെ ആക്രമിക്കുന്നത്? സ്രാവുകൾ സാധാരണയായി മനുഷ്യരെ ആഹാരമായി കണക്കാക്കില്ല. എന്നാൽ ചിലപ്പോൾ ഇവ തെറ്റിദ്ധരിച്ച് മനുഷ്യരെ ആക്രമിക്കാറുണ്ട്. ഉദാഹരണത്തിന് സർഫ്ബോർഡ് അല്ലെങ്കിൽ ഡൈവർമാരുടെ ഫിൻസ് എന്നിവയെ മത്സ്യമായി തെറ്റിദ്ധരിച്ചാണ് സ്രാവുകൾ ആക്രമിക്കുന്നത്. സ്രാവുകളുടെ ജീവിതരീതി. സ്രാവുകൾ മാംസഭോജികളാണ്. ഇവ മത്സ്യം, സീലുകൾ, ഡോൾഫിനുകൾ തുടങ്ങിയ ജീവികളെ ആഹാരമാക്കുന്നു. സ്രാവുകൾക്ക് വളരെ മികച്ച മണം പിടിക്കാനുള്ള കഴിവുണ്ട്. അതിനാൽ ഇരയെ വളരെ ദൂരെ നിന്ന് കണ്ടെത്താൻ ഇവയ്ക്ക് കഴിയും. സ്രാവുകൾക്ക് വളരെ മൂർച്ചയുള്ള പല്ലുകളുണ്ട്. ഇവയുടെ പല്ലുകൾ ഇടയ്ക്കിടെ പൊഴിയുകയും പുതിയ പല്ലുകൾ വളരുകയും ചെയ്യും. സ്രാവുകൾക്ക് വളരെ വലിയ കരളുണ്ട്. ഈ കരളിൽ ധാരാളം എണ്ണ സംഭരിച്ചിരിക്കുന്നു. ഈ എണ്ണയാണ് സ്രാവുകൾക്ക് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലുള്ള നല്ല വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.